സന്തോഷം അല്ലേ? ഇപ്പൊ പുതിയ പടത്തിലെ നായികയായിട്ട് വരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെ കാണുന്നത്? വളരെ സന്തോഷം. എന്താ പറയാ, ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. ഇതൊരു സീരിയൽ ഒരു ഭയങ്കര ജനപ്രീതി നേടിയിട്ട് സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ട് ആൾക്കാർ പ്രതീക്ഷകൾ? ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാർ എങ്ങനെ സിനിമയിലേക്ക് വരുന്നത്? റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിളിച്ച് വിഷ് ചെയ്തു. എല്ലാവർക്കും സന്തോഷം. നമ്മളിവിടെ വന്നപ്പോ കണ്ടു ചേച്ചിയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ സീരിയലിൽ കിട്ടിയ ഒരു സംഭവം തന്നെ ആയിരിക്കില്ലേ? ആ സ്നേഹമുണ്ട് ആൾക്കാർക്ക്. അധികം ആൾക്കാർ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓൾറെഡി വന്നല്ലോ സെക്കൻഡ് പാർട്ട്. ചന്ദനം 2 എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാണിക്കുന്നുണ്ട്. ഗോപികയ്ക്ക് ആദ്യ സിനിമയാണ്. എങ്ങനെയാണ് എക്സൈറ്റ്മെന്റ്? എങ്ങനെയാണ് ആദ്യത്തെ സിനിമയല്ലേ കുട്ടിക്കാലത്തെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓരോ വർക്കും നമുക്ക് പുതിയൊരു എക്സൈറ്റ്മെന്റ് തന്നെയല്ലേ. പുതിയ വർക്ക് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഈ സുമതി വളരെ സുമതിയാണോ? അല്ല. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നോ ഇതിനു വേണ്ടിയിട്ട്? ഇല്ല, അങ്ങനെ ഷൂട്ട് തുടങ്ങാൻ ഡേറ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല. ദീപു ചേട്ടൻ എന്ത് പറഞ്ഞു? സന്തോഷം, ചേട്ടനും നല്ല സന്തോഷം. ഈ സീരിയലും സിനിമയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് മിനി സ്ക്രീൻ, ഒന്ന് ഒരു ബിഗ് സ്ക്രീൻ ആണല്ലോ. അപ്പൊ അതില് അഭിനയത്തിന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തില്ലേ? ഉണ്ടാവുമായിരിക്കാം. അതിനിപ്പം പോയി അവിടെ ഡയറക്ടറും റൈറ്ററും അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും ഒക്കെ പറഞ്ഞിരുന്ന പോലെ ചെയ്യണം. അച്ഛനൊക്കെ എന്താ പറഞ്ഞത്? അച്ഛനൊക്കെ എല്ലാവർക്കും സന്തോഷം. വലിയ കാര്യല്ലേ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അച്ഛാ, ഒരു 2 വാക്ക് എന്ത് പറയാനാ? മോള് പറഞ്ഞല്ലോ എല്ലാം. ചേച്ചിന്റെ ആദ്യത്തെ സിനിമ ഒരു നായികയായിട്ടുള്ള ആദ്യത്തെ സിനിമയോ? നായികയായിട്ട് 21 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മളെക്കാട്ടിലൊക്കെ സീനിയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി ഇൻ ടു സിനിമ, അതും ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വലിയൊരു ഭാഗ്യമാണ്. നല്ലൊരു ക്യാരക്ടറുമാണ്, നല്ല ഒരു ലോഞ്ചാണ്. ഗംഭീരമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ അവൾക്ക്. ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ചേട്ടനും ചേച്ചിയോട്ടൊരു പടം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. എല്ലാരും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, എല്ലാരും ആഗ്രഹിക്കണോ എനിക്കറിയില്ലല്ലോ. ഈ ജീവിതയുടെ നായികയാവാൻ പോവാണ്. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ പറഞ്ഞു? ഞാൻ പ്രിപ്പറേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ ചെയ്ത സിനിമയേക്കാൾ കൂടുതൽ സിനിമ എന്താ ബാലേട്ടനൊക്കെ ചെയ്യുമ്പോ 4ാം ക്ലാസ്സിലും ആ സമയത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ പോലും പഠിച്ചിട്ടില്ല. ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഞാനായിട്ട് ടിപ്സ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. തിരിച്ചു പറയാറുണ്ട്. ഇടയ്ക്ക് ഒരു ടിപ്സ് ഒക്കെ ഞാൻ പോയി ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങള് പുതിയതായി ഇറങ്ങുന്ന എന്റെ സിനിമയുടെ പ്രിവ്യൂ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അഭിനയത്തിന്റെ എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ? മനോരാജ്യം പ്രിവ്യൂ വെച്ചിരുന്നത്. അപ്പൊ അതുപോലെ അപ്പൊ അവള് ആ ഒരു തമാശയൊക്കെ ഞങ്ങൾക്ക് ഇടയിലുണ്ട്. പക്ഷെ ഫൺ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ടെ കാര്യങ്ങൾ.